ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ നിങ്ങളോട് തമ്മിലും കാര്യങ്ങളും കണ്ട പോലെ തന്നെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഐഫോൺസിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന തന്നെ ഒരു പവർ ബാങ്ക് ആണ്. നമ്മുടെ സ്പീക്കറിന്റെ ഒരു ആർക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഒരു ഡുവൽ പോർട്ടബിൾ പവർ ബാങ്ക് ആണ്. 10,000 mAh സാധനമാണ്. നമുക്കിതിൽ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്പീക്കർ എന്ന് പറയുന്നത് ഒരു സൗത്ത് കൊറിയൻ ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ആപ്പിളിന്റെ റെക്കമെൻഡ് ആയിട്ടുള്ള ലിസ്റ്റിലൊക്കെ സ്പീക്കറിന്റെ പ്രൊഡക്ട്സുകൾ ഉണ്ട്, അക്സസറീസിന്റെ. അതുപോലെ തന്നെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ബെൽക്കിന്റെ ഉണ്ട്, ആങ്കറിന്റെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ് നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് സ്പീക്കറിന്റെ പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ ഞാനും പണ്ട് നമ്മളിപ്പോൾ കുറച്ചു കാലം മുമ്പ് തന്നെ സ്പീക്കറിന്റെ കേസും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പ്രൊമോഷണൽ സംഭവം നല്ല ഞാൻ അടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഇതിന്റെ കുറേ മോഡൽസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് 20,000 mAh ഉണ്ട്, 30,000 mAh ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിത്ത് ഡോക്ക്, വയർലെസ് ചാർജിങ് ഡോക്ക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ കുറെ മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതിനാകെ ഏകദേശം 1,400 1,500 താഴെ നമുക്ക് വരുന്നുള്ളൂ. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എല്ലാം വരുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് PD ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതും പോരാണ്ട് തന്നെ നമുക്ക് ഈ സാധനം നമ്മുടെ എന്താ പറയുക എയർ ബൂസ്റ്റ് ടെക്നോളജി വരുന്നുണ്ട്, ഇന്റലിജന്റ് പവർ ഡിഫ്യൂഷൻ വരുന്നുണ്ട്, ക്വാണ്ടം ബൂസ്റ്റ് ടെക്നോളജി വരുന്നുണ്ട്. എല്ലാ സേഫ്റ്റി മെഷേഴ്സും സംഭവമുണ്ട്. ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. 1 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 watt 3 ampere ഉണ്ട്, 9 watt 2.2 ampere ഉണ്ട്, 12 volt 1.5 ampere ഉണ്ട്. അപ്പോൾ മാക്സിമം 20 watt ആണ് ആദ്യത്തെ ഔട്ട്പുട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒരു ടൈപ്പ് എ പോർട്ടും ഉണ്ട്, ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. ഞാൻ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2 ദിവസം യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ വയർലെസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം 5 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് സി പോർട്ട് ആണെങ്കിൽ നമുക്ക് 5 watt 2 ampere ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ടൈപ്പ് സി ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി ടൈപ്പ് എ പറയാം. 5 watt 3 ampere ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. 9 watt 2 ampere, 12 volt 1.5 ampere സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് നമുക്ക് മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത് 20 watt ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ PD ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ ഐഫോൺസ്, പിക്സൽ, സാംസങ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 1 year വാറണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ബോക്സ് ഒന്ന് കാണിച്ചു തരാം. എന്താണ് അതിന്റെ ബോക്സ്. ബ്രാൻഡിങ് വരുന്നുണ്ട്, അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്, മോഡൽ നെയിം സംഭവം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ സ്പീക്കറിന്റെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടു. അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ ആദ്യം പറഞ്ഞ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സും സംഭവം കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും അത് തന്നെയാണ്, കുറച്ച് ഫീച്ചേഴ്സും സംഭവം. MRP 2,800 രൂപയ്ക്ക് കൊടുത്തേക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് അതിന്റെ പകുതി പ്രൈസിന് അവൈലബിൾ ആണ്. ഇത് ബ്ലൂ കളറിലും ഉണ്ട്, നമുക്ക് ബ്ലാക്ക് കളറിലും ഉണ്ട് കേട്ടോ. 2 കളറിൽ അവൈലബിൾ ആണ്. ഞാൻ ആക്ച്വലി ഇത് ബ്ലൂ തന്നെയാണോ അല്ലത് ബ്ലാക്ക് ആണല്ലോ? ഞാൻ ആക്ച്വലി ബ്ലൂ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ബ്ലാക്ക് ആണ് വന്നത് കേട്ടോ. അത് ഞാൻ പ്ലസ് ശ്രദ്ധിക്കുന്നത്, കളറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിന്റെ കൂടെ നമുക്ക് അതിനുള്ള ഇൻബോക്സിൽ നമുക്ക് വരുന്ന സാധനം. ഈ സാധനം ഭയങ്കര സ്ലിം. അതാണ് അതിന്റെ കൂടെ കിട്ടുന്ന ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ. സ്പീക്കറിന്റെ തന്നെയാണ് നിങ്ങൾക്ക് കൂടെ ബ്രാൻഡിങ്ങും സംഭവമൊക്കെ കാണാം. അതാ കണ്ടോ, ഫോക്കസ് ഈ ക്യാമറ. സോണിയേ എന്താണോ സോണിക്ക് പറ്റി. അത്യാവശ്യം 1 meter ലെങ്ത് നമുക്ക് വരുന്നുണ്ട്. ഈ സാധനം കണ്ടു, ശരിക്കും നമ്മുടെ ഫോണിന്റെ തിക്നെസ് ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ഐഫോൺ എടുത്ത് കാണിച്ചു തരാണെങ്കിൽ ഇതാ കണ്ട, ഫോണിന്റെ തിക്നെസ് ഉള്ളൂ സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 10,000 mAh ഉണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ ഫോണിന്റെ വെയിറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര റബ്ബറൈസ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് വെക്കേണ്ട സംഭവം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ നമ്മുടെ BI അപ്രൂവ്ഡില് നമ്മുടെ ലൈസൻസ് നമ്പർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ലോഗോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്, ഒരു ടൈപ്പ് എ പോർട്ടും ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. നമുക്ക് പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് അതിന്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഈ സൈഡിലായിട്ട് അതിന്റെ പവർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഫോണ്. അപ്പൊ ഞാൻ ഇത് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് വയർലെസ് സംഭവമാണ്. അപ്പൊ നമുക്ക് വയർലെസ് തന്നെ നോക്കി നോക്കാം. അപ്പോൾ ഇതാ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ചാർജ് ആണുണ്ടോ, ചാർജിങ് മുകളിൽ വരുന്നുണ്ടോ. കറക്റ്റ് പൊസിഷനിൽ വെക്കണതാണ് കുഴപ്പം. പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് കേസ് കുറച്ച് കൂർ കേസാണ് കേട്ടോ. ഞാൻ നല്ല ബ്രാൻഡ് കേസ് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രശ്നം കൂടി ഉണ്ടായിരിക്കാം. ഞാൻ ഗൂഗിൾ പിക്സലും വെച്ച് കാണിച്ചു തരാം. ഇതും കറക്റ്റ് പൊസിഷനിൽ വെക്കണം, അതാണ് കുഴപ്പം. അല്ലെങ്കിൽ ആവില്ല. കണ്ടോ, ഇപ്പൊ ചാർജിങ് കയറിണ്ട ഒരു ഇത് വന്ന് കണ്ടു. എന്താ ഫ്ലിപ്കാർട്ടിന് എന്തോ മെസ്സേജ് വന്നു. ഇത് രണ്ടും ഫാസ്റ്റ് ചാർജിങ്ങിന് ആവട്ടാ. കണ്ടോ, ഇത് കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചാൽ ആവുള്ളൂ. കണ്ടോ,
എന്നാലും നേരത്തെ പൊസിഷന്റെ കുഴപ്പമാണ്, പിന്നെ ആ കേസിന്റെയും കുറച്ച് കുഴപ്പമുണ്ട്. ഇത് കുറച്ച് ലോക്കൽ കേസാണ്. ഞാൻ നല്ല ബ്രാൻഡഡ് കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫോൺ ഒരു 15,000-60,000 കുറച്ച് കേസ് ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ അതിന് നല്ല ബ്രാൻഡഡ് കേസ് ഇട്ട് ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പൊ ഞാൻ എന്റെ ബ്രാൻഡഡ് കേസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വരാൻ കുറച്ച് ലേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ലോക്കൽ സാധനം ആമസോണിൽ തന്നെ വാങ്ങിച്ചാണ്. 290 രൂപയുടെ സാധനം വാങ്ങിച്ചാണ്. കണ്ട സാധനം ഒരേപോലെയൊക്കെ തോന്നുമെങ്കിലും പക്ഷെ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഇത് ഞാൻ ഇനിയിപ്പോ നമുക്ക് വയേർഡ് ആയിട്ടുള്ള ഇതും കാണിച്ചുതരാം, ടൈപ്പ് സി പോർട്ട് തന്നെ കാണിച്ചുതരാം. അപ്പൊ ഞാൻ അതിൽ കുത്തി ഗൂഗിൾ പിക്സൽ തന്നെ എടുക്കാം. ഓ കറണ്ട് പോയല്ലോ. അപ്പൊ ഇടയിൽ വെച്ച് കറണ്ട് പോയി തരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് കാണിച്ചുതരാം. നമുക്ക് എന്തായാലും വയേർഡ് കുത്തിയിട്ട് വയർ ത്രൂ നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് തന്നെ ഞാൻ ഐഫോൺ കുത്താൻ പോവാണ്. എന്താ ഞാൻ സ്പീക്കറിന്റെ ഇതിലേക്ക് കുത്തിയിട്ടുണ്ട്, നമ്മുടെ ചാർജറിലേക്ക് കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടൈപ്പ് സി പോർട്ടാണ്. അപ്പൊ ഇത് iPhone 15 സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ നമ്മുടെ എന്താ പറയാ ടൈപ്പ് സി സപ്പോർട്ട് ഉണ്ട്. ഇതാ ഞാൻ കുത്തിയിട്ടാ, ഇതാ ചാർജിങ് വന്നു. ഇത് അവിടെ വന്നുണ്ട്. അപ്പൊ അത്യാവശ്യം 20 വാട്ടിന്റെ ചാർജിങ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ പിക്സലും കാണിച്ചു തരാം. ഇതും ഓൾമോസ്റ്റ് 25 വാട്ടൊക്കെ സപ്പോർട്ട് ഉള്ളൂ. പിക്സലും കണക്ക് തന്നെ, സാംസങ്ങും ഐഫോണൊക്കെ. ഇതാ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്നതായിരിക്കും ചാർജിങ് റാപ്പിഡ്ലി ആയിട്ട്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഒരു 1500 രൂപയ്ക്ക് ഒരു കിടിലൻ നല്ല ബ്രാൻഡിന്റെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു സേഫ് ആയിട്ടുള്ള നിങ്ങളുടെ ഇപ്പോൾ എക്സ്പെഷ്യലി ഐഫോൺസ്, പിക്സല്, ഹൈ എൻഡ് സാംസങ്, ഇപ്പോൾ ഹൈ എൻഡ് ഫോൺ ഏതായിക്കോട്ടെ ഹൈ എൻഡ് ഫോൺസുകളിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് ഐഫോണിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചാർജർ തന്നെയാണ്. ഒരു ചാർജർ അല്ല, പവർ ബാങ്ക് തന്നെയാണ്. നമ്മളിത് ചാർജറിന്റെ കാര്യം നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു അതിന്റെ. അപ്പൊ അത് പോയി കാണാൻ മറക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ചാർജർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ചാർജർ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ഡിവൈസുകൾക്ക് നല്ല കംപ്ലൈൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഐഫോൺസ് നല്ല കംപ്ലൈൻസ് വരുന്നുണ്ട്. അപ്പൊ ലോക്കൽ ചാർജറും അതുപോലെ തന്നെ പവർ ബാങ്ക്സ് ഒന്നും ഉപയോഗിക്കരുത്. എന്തെങ്കിലും കാരണവശാൽ എമർജൻസിക്ക് ഒരു വട്ടം ഉപയോഗിക്കുകയാണെങ്കിൽ പോട്ടെ എന്ന് പറയാം. പക്ഷെ ഇതിന്റെ ഈ ചാർജറിന് നമ്മുടെ ഈ ഫേക്ക് സാധനങ്ങളൊക്കെ ആക്കുമ്പോൾ മദർ ബോർഡിന് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കാൻ മറക്കണ്ട. റെഗുലർ ആയിട്ട് സാധനം ഒന്നും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് സാധനം വാങ്ങിച്ചിരിക്കണം. ഞാൻ ആംബ്രൈനും അതുപോലെ തന്നെ പോർട്ടോണിക്സും ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നത് ആംബ്രൈൻ്റെ ഒരു വയർലെസ് ചാർജർ. വയർലെസ് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ വയർഡ് ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആംബ്രൈൻ്റെ ഒരു വയർലെസ് ചാർജർ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ iPhone 15 ഉപയോഗിക്കുന്ന അക്സസറീസിന്റെ വീഡിയോ നമ്മൾ ഇട്ടുണ്ടെന്ന് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതും ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കാൻ. ഇതുപോലെ സ്പീക്കറിന്റെയോ അല്ലെങ്കിൽ ബെൽക്കിന്റെ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്, പിന്നെ ആങ്കറിന്റെയും റേറ്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്പീക്കറിന്റെ തന്നെ വാങ്ങിച്ചേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് ajmg.banksupport.in സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളും നമ്മുടെ റെഫറൽ ലിങ്കും സംഭവങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ്. നമ്മുടെ പുതിയ ചാനൽ ജയിച്ച് വേൾഡ് കാണാത്ത പോയി കണ്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളതിൽ ന്യൂസുകളാണ് ചെയ്യുന്നത്, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അതുപോലെ തന്നെ മൂവി ന്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം. ബൈ.